നാളെ മുതൽ പുതുക്കിയ GST പ്രാബല്യത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. GST ഇളവ് സാധാരണക്കാർക്ക് ഗുണം ചെയ്യും. ഒരു രാജ്യം ഒരു നികുതി എന്നതിലേക്ക് രാജ്യം കടന്നുവെന്നും മോദി പറഞ്ഞു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ദില്ലിയിൽ നിന്നും ചേരുകയാണ്. അബ്ദുൾ റഷീദ്, നാളെ മുതൽ പുതിയ GST പരിഷ്കാരം രാജ്യത്ത് നിലവിൽ വരുമെന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. സാധാരണക്കാർക്ക് പ്രയോജനം ചെയ്യും എന്നൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. പ്രഖ്യാപനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ. സിന്ദൂരി, നവരാത്രി ആശംസകൾ നേർന്നുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അഭിസംബോധന ആരംഭിച്ചത്. അതോടൊപ്പം തന്നെ നവരാത്രി സമ്മാനമായിക്കൊണ്ട് GST പരിഷ്കരണം നാളെ മുതൽ പ്രാബല്യത്തിൽ വരികയാണ് എന്നുള്ളതാണ് മോദി വ്യക്തമാക്കുന്നത്. പ്രധാനമായും കർഷകർക്കും മധ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അതോടൊപ്പം സാധാരണക്കാർക്കും ഏറെ ഗുണം ചെയ്യുന്നതായിരിക്കും പുതിയ പരിഷ്കരണം എന്നുള്ളതും മോദി വ്യക്തമാക്കുകയാണ്. അതോടൊപ്പം വിവിധ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെയും പ്രത്യേകിച്ചും നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ, വസ്ത്രം, ചെരുപ്പ് അടക്കമുള്ള മരുന്നടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിൽ വിലക്കുറവ് ഉണ്ടാകുമെന്ന് കൂടി മോദി വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരു രാജ്യം ഒരു നികുതി എന്ന വ്യവസ്ഥയിലേക്ക് രാജ്യം കടന്നിരിക്കുന്നു. അത് രാജ്യത്തിൻ്റെ ഏറെ നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. അതിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മോദി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് വിവിധ മേഖലകളിൽ വിവിധ നികുതികളിലായിരുന്നു, വിവിധ ഉൽപ്പന്നങ്ങൾക്കും വിവിധ നികുതികളായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ഇതൊക്കെ തന്നെയും ഏകീകരിച്ചുകൊണ്ട് ഒറ്റ നികുതി സ്ലാബിലേക്ക് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് ആയിട്ടുണ്ട്. അതേസമയം മറ്റു എല്ലാ സംസ്ഥാനങ്ങളുടെയും അഭിപ്രായങ്ങളും അവരുടെ അഭിലാഷങ്ങളും ചോദിച്ചറിഞ്ഞതിനു ശേഷം മാത്രമായിരുന്നു ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളൊരു അവകാശവാദമാണ് പ്രധാനമന്ത്രിയും മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും നാളെ മുതൽ നിരവധി ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുകയാണ്. പ്രത്യേകിച്ചും ചെറുവാഹനങ്ങൾ, അതോടൊപ്പം വീട് നിർമ്മാണത്തിനും കെട്ടിട നിർമ്മാണത്തിനും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവയൊക്കെ തന്നെയും വില കുറയും. ഇത് നേരത്തെ തന്നെ GST പരിഷ്കരണത്തിലൂടെ അല്ലെങ്കിൽ GST പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ധനമന്ത്രാലയം അതോടൊപ്പം മറ്റു വിഭാഗങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയതാണ്. പ്രധാനമായി ഏതെങ്കിലും തരത്തിൽ രാജ്യത്തിന് ഗുണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒന്നും തന്നെ മോദി പറയുകയും ചെയ്തിട്ടുള്ള ഏറെ പ്രധാനപ്പെട്ടത് വിവിധ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം രാജ്യത്തിന് ആകെയുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ട ഒന്നും തന്നെ സംസാരിക്കാതെയായിരുന്നു മോദി അദ്ദേഹത്തിൻ്റെ അഭിസംബോധന അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ധനനഷ്ടമാണ് ഇത്തരത്തിൽ GST സ്ലാബിൽ ഇരട്ട സ്ലാബാക്കി ചുരുക്കുന്നതിലൂടെ രാജ്യത്തിന് മാത്രം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിരവധി വിദഗ്ധർ ഇതിനോടകം തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക നഷ്ടമുണ്ടാകും. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആശങ്ക നേരത്തെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഈ ഒരു നവരാത്രി സമ്മാനമാക്കിക്കൊണ്ട് ഒരു പ്രസംഗം അവസാനിപ്പിക്കുകയായിരുന്നു നരേന്ദ്രമോദി. എന്തായാലും ഈ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് മോദി തയ്യാറാവുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. അതേസമയം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടാകും. അത് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന തരത്തിലായിരിക്കും പരിമിതിപ്പെടുത്തിയിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മോദി വിശദീകരിക്കുകയും ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കാറ്, അതോടൊപ്പം ബൈക്ക് തുടങ്ങിയിട്ടുള്ള ചെറുവാഹനങ്ങൾ വാങ്ങുന്നതിനും യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനും ഇത് സഹായകമാകും. ഹോട്ടലുകളിലും അതോടൊപ്പം ഭക്ഷണ സാധനങ്ങൾക്കൊക്കെ തന്നെയും വില കുറയുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം തന്നെ 99% ഉൽപ്പന്നങ്ങളും 5% GST നിരക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മധ്യമേഖലയിലും കർഷകർക്കും അടക്കം ഇത് ഗുണം ചെയ്യും എന്നുള്ള കാര്യമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് എത്തുന്നുണ്ട്. അതിനൊരു പ്രോത്സാഹനം നൽകുന്നില്ല എന്നുള്ളൊരു സൂചന കൂടി ഇപ്പോൾ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും രാജ്യത്തിനകത്ത് ഉൽപ്പന്നങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും അത് കൂടുതൽ പ്രാബല്യത്തിൽ കൊണ്ടുവരാനും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഈ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ള സൂചന കൂടി പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറെ നിർണായകമായിട്ടുള്ളത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സാമ്പത്തിക നഷ്ടം ആര് നികത്തും എന്നുള്ള ഒരു വലിയ ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്. സംസ്ഥാനത്തിന് നേരത്തെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു. 8,000 കോടി മുതൽ 10,000 കോടി രൂപ വരെ പ്രതിവർഷം സാമ്പത്തിക നഷ്ടം ഉണ്ടാകും എന്നുള്ളതാണ് നേരത്തെ ധനമന്ത്രി KN ബാലഗോപാലും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് നികത്താനുള്ള നടപടി കേന്ദ്ര സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതും ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയാണ്. എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന പ്രഖ്യാപനങ്ങളുടെ ഒരു ആവർത്തനം മാത്രമാണ് ഇപ്പോൾ മോദിയുടെ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാജ്യത്തും മറ്റു സംസ്ഥാനങ്ങൾക്കും ഉണ്ടാകുന്ന
ഈ സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ട ഒരു നടപടിയും കേന്ദ്രം ഇതുവരെയും എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് വ്യക്തമാകുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ ഗുണം എപ്പോൾ ലഭ്യമാകും എന്നതിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. നാളെ മുതലാണ് പ്രാബല്യത്തിൽ വരുന്നതെങ്കിൽ പോലും നിലവിൽ ഇപ്പോൾ ഈ മാർക്കറ്റുകളിലൊക്കെ തന്നെയും ഉള്ളത് പഴയ GST പ്രകാരമുള്ള ഉൽപ്പന്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ പുതിയ ഉൽപ്പന്നങ്ങൾ എപ്പോൾ വരുമെന്നും ഈ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എപ്പോൾ സാധ്യമാകും എന്നതുമായി ബന്ധപ്പെട്ട ഒന്നും ഒരു വ്യക്തത വരുത്താതെയായിരുന്നു പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും നിരവധി ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് ഉണ്ടാകും എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അതിൻ്റെ ഒരു ആവർത്തനം മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അബ്ദുൾ റഷീദ്, താങ്കൾ പറഞ്ഞ പോലെ ഈ ഒരു പുതുക്കിയ GST നിലവിൽ വരുമ്പോൾ അത് സംസ്ഥാനങ്ങളെ, പ്രത്യേകിച്ചും കേരളം പോലെയുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യം നമ്മൾ ഇതിനു മുമ്പ് തന്നെ ചർച്ച ചെയ്തിരുന്നു. ധനമന്ത്രി KN ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിനോട് ഈ വിവരം കൃത്യമായ രീതിയിൽ ബോധിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ആ പ്രശ്നങ്ങൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ഒരു മറുപടിയും ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തപ്പോൾ നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളത് താങ്കൾ പറഞ്ഞതുപോലെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. അപ്പോൾ നാളെ മുതൽ ഈ ഒരു GST നിലവിൽ വരുമ്പോൾ അത് വരും ദിവസങ്ങളിൽ, വരും മാസങ്ങളിൽ കേരളം പോലുള്ള ഉപഭോക്തൃ സംസ്ഥാനങ്ങളെ ഏത് രീതിയിലായിരിക്കും, എത്ര കണ്ട് ദോഷകരമായി ബാധിക്കാം? സിന്ധൂര്, തീർച്ചയായും പ്രധാനമന്ത്രി ഓഗസ്റ്റ് 15 നടത്തിയിട്ടുള്ള പ്രസംഗത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ആരംഭിക്കും അല്ലെങ്കിൽ പരിഷ്കരണം നടത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. നേരത്തെ GST കൗൺസിൽ യോഗത്തിലടക്കം വിവിധ സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു. പക്ഷേ അതൊന്നും ചർച്ചയ്ക്ക് എടുത്തിരുന്നില്ല എന്നുള്ള കാര്യം ധനമന്ത്രി KN ബാലഗോപാലും അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ ധനമന്ത്രിമാരും വാർത്താ സമ്മേളനത്തിലടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്തായാലും 8,000 മുതൽ 10,000 കോടി രൂപയോളമായിരിക്കും കേരളം മാത്രമുള്ള സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടമുണ്ടാകുക എന്നുള്ളതാണ് ധനമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. ഇത് നികത്താനുള്ള ഒരു ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. നേരത്തെ തന്നെ 32,000 കോടി രൂപ ഇപ്പോൾ ഈ നേരത്തെയുള്ള GST വന്നതുമായി ബന്ധപ്പെട്ട നഷ്ടം കേരളത്തിന് മാത്രം ലഭിക്കാനുണ്ട്. അത് നികത്താതെയാണ് പുതിയ പരിഷ്കരണം ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഈ സാധാരണക്കാരിലേക്ക് ഇത് എത്താൻ ഇനിയും ഏറെ നാൾ സമയം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാർക്കറ്റുകളിലും അതോടൊപ്പം ഈ വ്യാപാര സ്ഥാപനങ്ങളിലൊക്കെ തന്നെയും ഉള്ളത് പഴയ GST പ്രകാരമുള്ള ഈ ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കറുകളൊക്കെ തന്നെ മാറ്റിയൊട്ടിക്കാനുള്ള നിർദ്ദേശം നേരത്തെ കേന്ദ്ര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരും എന്നതിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തായാലും സാധാരണക്കാർക്ക് ഗുണം ചെയ്യും എന്ന് പറയുമ്പോൾ പോലും അത് എപ്പോഴായിരിക്കും എന്നുള്ളതൊരു വ്യക്തതയില്ല. വലിയ പ്രതിസന്ധി തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാവുക. എന്തായാലും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ മാത്രമല്ല BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലും ഈ മാറ്റം അത് സാരമായി തന്നെ ബാധിക്കും. ഇത്തരം സംസ്ഥാനങ്ങളെ സഹായിക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജുകളൊക്കെ തന്നെയും ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നണികളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. മറ്റു ചില പാക്കേജുകളിലൂടെ കൂടി ഈ ഒരു നഷ്ടം നികത്താനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് നേരത്തെ തന്നെ ചില വിദഗ്ധർ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സാരമായി തന്നെ ഇത് ബാധിക്കുകയും ചെയ്യും. ചില ഉൽപ്പന്നങ്ങൾക്ക് സാരമായി വിലയിൽ മാറ്റം ഉണ്ടാവുമെങ്കിൽ പോലും അത് എപ്പോൾ നടപ്പിലാക്കും എന്നതിലൊരു വ്യക്തതയില്ല. നേരത്തെ ഈ ചില ഉൽപ്പന്നങ്ങൾ പ്രധാനമായും ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ അതോടൊപ്പം ഈ ഇൻഷുറൻസ് പ്രീമിയം അടക്കമുള്ളവർക്ക് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും GSTയിൽ നിന്ന് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ തന്നെയും വലിയ കമ്പനികൾക്ക് സഹായമാകുന്ന രീതിയിലേക്കായിരിക്കും പോവുക. പ്രത്യേകിച്ചും ഈ പ്രീമിയം അടക്കം ഉയർത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ കമ്പനികളുടെ, ഇൻഷുറൻസ് കമ്പനികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. അതോടൊപ്പം ചില ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ചും സിമെന്റ് അതോടൊപ്പം മറ്റു ജിപ്സം അടക്കമുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും എന്നതും ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലായിരിക്കും ഒരു പക്ഷേ ഈ വിലയിൽ മാറ്റം വരുമ്പോൾ പോലും അത് ഉൽപ്പന്നങ്ങളിൽ എത്രത്തോളം ഉണ്ടാകുമെന്നും അതോടൊപ്പം അത് സാധാരണക്കാർക്ക് എപ്പോൾ ലഭ്യമാകും എന്നതിലും ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച സാമ്പത്തിക നഷ്ടത്തിലും വലിയ പ്രതിസന്ധി തന്നെ നേരിടും. ശരി, വ്യക്തമാണ് അബ്ദുൾ റഷീദ്. നാളെ മുതലാണ് പുതുക്കിയ GST പ്രാബല്യത്തിൽ വരുമെന്ന് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. GST ഇളവ് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറയുന്നു. എന്നാൽ ഇതിലൂടെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് പ്രതികരിക്കുവാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. അബ്ദുൾ റഷീദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.